ഇപ്പോൾ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ട്. എന്തായാലും എൻ്റെ പാർട്ടി എനിക്ക് തന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ഈ ഒരു പദവി എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ടിയുടെ വിശ്വാസത്തിനനുസരിച്ച് അവരെന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിർവഹിക്കാൻ തന്നെയാണ് ഞാൻ ഈ ഒരു സ്ഥാനം വളരെ സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ 5 വർഷക്കാലമായി കണ്ണൂരിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഒരു തുടർച്ച അതാണ് ഇനി വരാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ കണ്ണൂരിൻ്റെ പ്രിയങ്കരനായ MP ഇന്നിവിടെ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതി, അത് വളരെ എത്രയും പെട്ടെന്ന് സമയബന്ധിതമായി ആ പദ്ധതികൾ പൂർത്തീകരിച്ച് കണ്ണൂരിൻ്റെ വികസന സ്വപ്നം അത് സാക്ഷാത്കരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നമ്മുടെ UDF ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എല്ലാവരും ഇപ്പോൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ആ തരത്തിലുള്ള ഒരു പ്രവർത്തന മികവ് എന്തായാലും വരുന്ന 5 വർഷത്തിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും കണ്ണൂരിലെ ജനങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസം, ആ വിശ്വാസം നമ്മൾ നിലനിർത്തിക്കൊണ്ട് തന്നെ നല്ല വികസനവുമായി കണ്ണൂരിലെ ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള ജനക്ഷേമകരമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിനും വികസനത്തിനും നമ്മൾ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രകടന പത്രികയിൽ MP പ്രഖ്യാപിച്ചല്ലോ. കാരണം കണ്ണൂരിൻ്റെ MP കൊണ്ടുവരുന്ന പദ്ധതി നമ്മൾ കണ്ണൂർ കോർപ്പറേഷനും ചേർന്ന് നിന്നുകൊണ്ട് കണ്ണൂരിൽ നല്ല ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിൽ MPക്ക് ഏറ്റവും വലിയ താല്പര്യം എന്ന് പറയുന്നത് പയ്യാമ്പല ശ്മശാനം അത് നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളത് MPയുടെ സ്വപ്നമാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു പദ്ധതി തന്നെ അതിൽ MP ഒരുപാട് സ്റ്റെപ്പ് മുന്നോട്ടായി ആ ഒരു തരത്തിലേക്ക് പോയിക്കൊണ്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ പയ്യാമ്പലത്തെ ശ്മശാനം അവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നമാണ്. ആ പ്രശ്നത്തിന് പരിഹാരം കാണും. അതോടൊപ്പം തന്നെ കണ്ണൂരിലുള്ള ഓരോ ഓരോ റോഡും ഓരോ പാതകളും നല്ല സൗന്ദര്യവൽക്കരണം നടത്തിക്കൊണ്ട് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകും. അതുപോലെ തന്നെ SDP പ്ലാന്റ് നമുക്ക് ഏറ്റവും വലിയ KK രാഗേഷ് നമുക്കറിയാലോ, കണ്ണൂരിൻ്റെ CPMൻ്റെ ജില്ലാ സെക്രട്ടറി, വലിയ ആരോപണമാണ് കണ്ണൂർ കോർപ്പറേഷനെതിരെ നടത്തിയിട്ടുള്ളത്. അത് ഓരോ മുക്കും മൂലയിലും TV പ്രൊജക്ടർ വെച്ചിട്ടാണ് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അതൊക്കെ പാടെ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ റിസൾട്ട് കാണിക്കുന്നത്. എന്തായാലും നമുക്ക് KK രാഗേഷിനോട് പറയാനുള്ളത്, കണ്ണൂരിലെ ജനങ്ങളെല്ലാം തിരിച്ചറിയുന്നുണ്ട്. അവരുടെ വോട്ടിംഗ് ശതമാനം അത്രമാത്രം കുറഞ്ഞു എന്നുള്ളത് അവരൊന്ന് പരിശോധിക്കണം. കാരണം കേരളത്തിലെ ജനങ്ങളെ ഒന്നടങ്കം വിഡ്ഢികളാക്കിക്കൊണ്ട് എന്തിനധികം അവസാനം എത്തി നിൽക്കുന്നത് എവിടെയാണ്? അയ്യപ്പൻ്റെ ശബരിമലയിൽ അയ്യപ്പൻ്റെ സ്വർണം കക്കുന്നെടുക്കുക, അത് അവിടെ എത്തി നിൽക്കുകയാണ് അവരുടെ അഴിമതി എന്ന് പറയുന്നത്. അതൊക്കെ ജനങ്ങൾ തിരിച്ചറിയും. ആ തിരിച്ചറിവിൽ അടുത്ത ഒരു ഭരണം വരുമ്പോൾ നമ്മുടെ ഭരണം കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇപ്പോൾ നിലവിൽ കണ്ണൂർ കോർപ്പറേഷൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത്, ഈ സർക്കാർ നമ്മളെ ദ്രോഹിക്കുന്നത് പോലെ ഒരു ഭരണ സംവിധാനത്തെയും ദ്രോഹിച്ചിട്ടില്ല. ഉദ്യോഗസ്ഥന്മാരുടെ അഭാവം, നമ്മുടെ പദ്ധതികൾ ഒന്നും തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള അവസരമില്ല, നമ്മുടെ പദ്ധതികൾ വെട്ടി കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥന്മാരെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഉദ്യോഗസ്ഥന്മാരെ ആഴ്ചക്കാഴ്ചക്ക് മാസങ്ങൾക്കാണ് സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എങ്ങനെയൊക്കെ കണ്ണൂർ കോർപ്പറേഷനെ ദ്രോഹിക്കാൻ പറ്റുമോ ആ തരത്തിലൊക്കെ ദ്രോഹിച്ചുകൊണ്ടാണ് നമ്മുടെ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ നമ്മൾ പ്രതീക്ഷ എന്ന് പറയുന്നത് അടുത്ത UDFൻ്റെ ഭരണമാണ്. ആ ഭരണം വന്നു കഴിഞ്ഞാൽ ഇനിയും മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച് മുന്നോട്ട് പോകാൻ ഈ ഭരണസമിതിക്ക് സാധിക്കും. ആ ഒരു പ്രതീക്ഷ നമുക്കുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാന്യനായ MP നമ്മുടെ ചേർന്ന് നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ്. അപ്പോൾ അതും കൂടി ആകുമ്പോൾ നമുക്ക് ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് അവരുടെ ഇംഗിതത്തിനനുസരിച്ചിട്ടുള്ള വലിയ ഒരു വിശാലമായ ഒരു ലോകത്ത് ഒരു കണ്ണൂരിൻ്റെ വികസനം ആ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഒരു സംശയവും വേണ്ട, കണ്ണൂരിലെ ജനങ്ങൾ അത് പ്രതീക്ഷിക്കുക. കണ്ണൂരിലെ ജനങ്ങൾക്ക് അത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു വികസനം തന്നെ UDF ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവിടെ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ലാതെ ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. അതിൽ ആരും നമ്മളെ ഭയപ്പെടുത്തണ്ട. അഴിമതിയുടെ പേരും പറഞ്ഞ് നമ്മളെ ഭയപ്പെടുത്താൻ ആരും വരേണ്ടതായിട്ടില്ല. കാരണം അതൊക്കെ അതിൻ്റെ രീതിക്ക് അവരന്വേഷിച്ചോട്ടെ, നമുക്കതിലൊരു പരാതിയുമില്ല. അവരന്വേഷിച്ച് കണ്ടെത്തിക്കോട്ടെ. ആ ഒരു പേടിപ്പെടുത്തൽ നമുക്ക് വേണ്ട. നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കണ്ണൂരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഭരണം അത് നമ്മൾ കാഴ്ചവെക്കും.